ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ലക്ഷ്മി. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സും ആയിട്ടാണ്. അപ്പൊ നമുക്ക് എളുപ്പം തന്നെ വീഡിയോയിലേക്ക് പോവാം. നമ്മൾ കുക്കീസ് ഒക്കെ വയ്ക്കുന്ന സമയത്ത് ചില സമയത്ത് തണുത്ത് പോകാറുണ്ടല്ലേ. അപ്പൊ അത് വയ്ക്കുന്ന പാത്രത്തിൽ ഒരു ബ്രെഡിന്റെ പീസ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കുക്കീസ് തണുത്ത് പോവുകയില്ല. ഇഡലി തട്ടില് ഇഡലി ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇഡലി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ ഇഡലി തട്ടിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നല്ലെണ്ണയോ പുരട്ടിയതിന് ശേഷം നമുക്ക് ഇഡലി മാവ് കോരി ഒഴിച്ച് ഇഡലി ഉണ്ടാക്കിയാൽ നമ്മുടെ ഇഡലി തട്ടില് ഇഡലി ഒട്ടിപ്പിടിക്കാതിരിക്കും. നമ്മുടെ ചീപ്പ് പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാനുള്ള ടിപ്പാട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു പൗഡർ നമുക്ക് ഇതുപോലെ നമ്മുടെ ചീപ്പിലേക്ക് ഒന്നിട്ട് കൊടുക്കണം. രണ്ട് സൈഡിലും ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കിതുപോലെ നമ്മൾ ഉപയോഗിക്കാതെ മാറ്റി വെച്ചേക്കുന്നതോ നമ്മൾ ക്ലീനിങ്ങിനൊക്കെ ഉപയോഗിക്കുന്നത് ആയിട്ടുള്ള നമ്മുടെ ഒരു ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിലുള്ള എണ്ണയും അഴുക്കും ഒക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും. നമുക്ക് തലയിൽ ഡാൻഡ്രഫും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് നമ്മൾ ചൂടുവെള്ളത്തിലൊന്ന് വാഷ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. മൈൽഡായിട്ടുള്ള ഷാമ്പൂവിൽ ചെയ്തിട്ട് വെച്ചാൽ നല്ലതാണ്. ഇപ്പോൾ നമ്മുടെ ചീപ്പൊക്കെ ഞാനൊന്ന് തുടച്ചിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഫുള്ളായിട്ട് നമ്മുടെ അഴുക്കെല്ലാം പോയി വന്നിട്ടുണ്ട്. നമുക്കിതുപോലെ നമ്മൾ കമ്മലൊക്കെ സൂക്ഷിച്ച് വെക്കുന്ന പാത്രത്തിൽ ലേശ പൗഡർ ഒന്ന് ഇട്ട് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കമ്മൽ നല്ല തമ്മിൽ ഉടക്കുകയോ അല്ലെങ്കിൽ കല്ലിളകി പോവുകയോ ഒന്നും ചെയ്യത്തില്ല കേട്ടോ. ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് നമുക്ക് നമ്മുടെ ഒന്നിങ്ങനെ ഷേക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം വെച്ച് കഴിഞ്ഞാൽ അത് നല്ല സൂപ്പറായിട്ടിരുന്നോളൂ. നമ്മൾ ഇടുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് തുടച്ചെടുത്താൽ മതി. അടുത്തതായിട്ട് നമുക്ക് നൂലൊക്കെ ഇട്ട് വെക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റിയ ഒരു കുഞ്ഞ് ടിപ്പാട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് എല്ലാ നൂലും കൂടെ ചിലപ്പോൾ ഇങ്ങനെ പല കളറായിട്ട് നൂലിങ്ങനെ ഇളകി കിടക്കൂലേ. അപ്പോൾ അത് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞ് ടിപ്പ് പറയാം. അതിനായിട്ട് വേണ്ടത് പൊട്ടാണ്. നമുക്ക് നൂലിൻ്റെ അറ്റത്ത് ഇതുപോലെ ഒന്ന് പൊട്ട് തൊട്ട് വെച്ച് കഴിഞ്ഞാൽ നൂല് അവിടുന്ന് പിന്നെ അഴിഞ്ഞു പോകാതെ നമുക്ക് ബോക്സിൽ തന്നെ ഇട്ട് വയ്ക്കാൻ പറ്റും. നമ്മുടെ കാജൽ എഴുതുന്ന സമയത്ത് മിക്കതും നമുക്ക് വാട്ടർ പ്രൂഫ് ആയിരിക്കും അല്ലേ. അപ്പോൾ എളുപ്പം നമ്മുടെ മേക്കപ്പ് റിമൂവറൊന്നും ഇല്ലാതെ എങ്ങനെ തുടയ്ക്കുന്നതെന്ന് കാണിച്ചാലോ. ഇപ്പോൾ നമ്മുടെ കാജൽ വരച്ചേക്കുന്നിടത്തേക്ക് ലേശം വെളിച്ചെണ്ണ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പെട്ടെന്ന് തന്നെ നമ്മുടെ കാജൽ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കെമിക്കലൊന്നുമില്ല. നമുക്ക് കണ്ണിൻ്റെ മുകളിലാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ കണ്ണിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തുമില്ല. ക്യൂടെക്സ് ഇടാനുള്ള ഒരു കുഞ്ഞു ടിപ്പ് പറഞ്ഞുതരാം. പെട്ടെന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യൂടെക്സ് നമ്മുടെ വിരലിൽ അപ്ലൈ ചെയ്തതിന് ശേഷം കുറച്ച് തണുത്ത വെള്ളത്തിലൊന്ന് മുക്കി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ക്യൂടെക്സ് ഡ്രൈ ആയി കിട്ടുന്നതാണ്. അടുത്ത ടിപ്പ് നമ്മുടെ നാരങ്ങ ഫ്രഷായിട്ട് സൂക്ഷിക്കാനുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് നമുക്ക് നാരങ്ങ വെച്ചതിന് ശേഷം നാരങ്ങ മുങ്ങിക്കിടക്കുന്ന തരത്തിൽ വെള്ളം ഒഴിക്കണം. അതിനുശേഷം നമുക്ക് ഇതുപോലെ അടച്ച് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാരങ്ങ നല്ല ഫ്രഷായിട്ട് സൂക്ഷിക്കാവുന്നതാണ്. നമുക്ക് ഒരാഴ്ചയൊക്കെ കൂടുമ്പോൾ ഇതിൻ്റെ വെള്ളം ഒന്ന് മാറിക്കൊടുക്കണം. അടുത്ത ടിപ്പ് നമ്മുടെ സെറാമിക് ബൗൾസൊക്കെ എങ്ങനെ അടുക്കി വെക്കണം എന്നാണ്. നമ്മൾ ഇതുപോലെ അടുക്കി വെച്ച് കഴിഞ്ഞാൽ തമ്മിൽ ഉരയാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ വരാതിരിക്കാനുള്ള ഒരു കുഞ്ഞു ടിപ്പ് കാണിക്കാം കേട്ടോ. അതിനായിട്ട് വേണ്ടത് ഇതുപോലെ കുറച്ച് പേപ്പറുകളാണ്. അപ്പം നമുക്ക് ഓരോ ബൗളിനകത്തോട്ടും ഇതുപോലെ ഒരു പേപ്പർ വെച്ചതിന് ശേഷം നമുക്ക് അടുത്ത ബൗൾ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ വയ്ക്കാം. അപ്പോൾ നമ്മുടെ ബൗളൊന്നും തമ്മിൽ ഉരഞ്ഞ് അതിനൊരു പ്രോബ്ലം ഉണ്ടാവില്ല. നമുക്ക് ദോശമാവ് ഭയങ്കരമായിട്ട് പുളിച്ചു പോയി കഴിഞ്ഞാൽ
ദോശ തയ്യാറാക്കുന്ന സമയത്ത് ഒരു ലേശം പഞ്ചസാര ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പുളി കുറച്ച് നമുക്ക് കുറയ്ക്കാൻ പറ്റും. നമ്മൾ തയ്യാറാക്കുന്ന സമയത്ത് മാത്രമേ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അടുത്തതായിട്ട് നമ്മുടെ വീഡിയോയുടെ തമ്പനയിൽ കണ്ട പോലെ നമ്മുടെ അടുക്കളയിൽ ഇങ്ങനെ നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കുന്ന കവറൊക്കെ ഇങ്ങനെ വല്ലാതെ നമ്മൾ അടുക്കി വെച്ച് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാകും അല്ലേ. അപ്പോൾ അത് കൃത്യമായിട്ട് സൂക്ഷിക്കാനുള്ള ഒരു കുഞ്ഞു മെത്തേഡ് കാണിച്ചു തരാം കേട്ടോ. അതിനായിട്ട് വേണ്ടത് നമുക്കൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലാണ്. എന്നിട്ട് അതിനെ ഇങ്ങനെ തലകുത്തി നിർത്താം. അതിലേക്ക് നമ്മുടെ കവറ് ഇതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം. ഓരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് വെക്കാം. ഇനി നമുക്ക് നമ്മൾ ലാസ്റ്റ് ഇട്ട കവറിൻ്റെ ഈ പോർഷൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ആവശ്യം അനുസരിച്ച് ഇത് നമുക്ക് അടുക്കളയിൽ ഒന്ന് തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഈ ഭാഗത്ത് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് നമ്മുടെ കവറൊന്ന് വലിച്ചെടുത്താൽ മതി. ഇപ്പോൾ നമുക്ക് കവർ ഇതുപോലെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കവർ എടുക്കാൻ പറ്റും. പയർ വേവിക്കുന്ന സമയത്ത് പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് നമുക്ക് ലേശം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. നെല്ലിക്ക ഇതുപോലെ വെള്ളത്തിലിട്ട് സൂക്ഷിച്ചാൽ കുറേ ദിവസം നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. പച്ചമുളക് കേടാകാതെ സൂക്ഷിക്കാനായിട്ട് ഇതുപോലെ നമ്മുടെ ഒരു കുപ്പിയിലേക്ക് ഇട്ട് വെച്ചാൽ മതി. അടുത്തായിട്ട് നമ്മുടെ മല്ലിയില സൂക്ഷിക്കാനും ഇതുപോലെ തന്നെ നമുക്ക് ബോട്ടിലാക്കി സൂക്ഷിക്കാവുന്നതാണ്. ചേമ്പ് അരിയുന്ന സമയത്ത് നമ്മുടെ കൈകളിൽ ചൊറിച്ചിൽ വരാതിരിക്കാൻ വേണ്ടി വെളിച്ചെണ്ണ ഒന്ന് തേച്ച് കൊടുത്തതിന് ശേഷം അരിഞ്ഞാൽ. സദ്യ തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ പായസം തയ്യാറാക്കുമല്ലോ, അപ്പോൾ ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പായസത്തിന്റെ രുചി അതികേമമായിരിക്കും. സാമ്പാർ നല്ലപോലെ കുറുകി കിട്ടണം എന്നുണ്ടെങ്കിൽ ലേശം അരിപ്പൊടി ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. രസം തയ്യാറാക്കുന്ന സമയത്ത് തക്കാളി അരച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ രസത്തിന്റെ രുചി സൂപ്പർ ആയിരിക്കും. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.